നജ ഫാത്തിമ ഇ. ഇപ്പോഴാണ് നിങ്ങൾ ലോകത്തിന് വരാനിരിക്കുന്ന വേഗത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഫ്ലൈറ്റിന്റെ വേഗത നമ്മളൊക്കെയും ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ്. അതിനും അപ്പുറത്തേക്കുള്ള 24 മണിക്കൂർ ദൂരം 1 മണിക്കൂർ കൊണ്ട് പറന്നെത്തും എന്ന് പറയുമ്പോഴാണ് അത്രമേൽ വേഗതയും വളർച്ചയും ഇനി ലോകത്തിന് വരാനിരിക്കും. പണ്ടുണ്ടാവുമ്പോൾ നിങ്ങൾ നാഷണലൈസ് ബാങ്കിലും ഇതര ബാങ്കുകളിൽ പോകുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു, നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റ് കിട്ടുന്നു. അതേ ഇൻട്രസ്റ്റും സുരക്ഷിത സംവിധാനവും സഹകരണ ബാങ്കുകളിലും ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മികവിനെ ആദരിച്ച് യുവതലമുറയ്ക്ക് പ്രചോദനമാകുന്ന മാതൃകാപരമായ നിരവധി പരിപാടികളുമായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 100-ലധികം വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി ആദരിച്ചു. പെരിന്തൽമണ്ണ ബാദുഷ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് TP അഷ്റഫ് അലി MLA ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകളായി പെരിന്തൽമണ്ണയുടെയും പരിസര പ്രദേശങ്ങളുടെയും സാമ്പത്തിക ജീവിതത്തിന് കരുത്തു പകരുന്ന സ്ഥാപനമാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. പണ ഇടപാടുകൾക്കപ്പുറം നാടിന്റെ വികസനത്തിലും വിദ്യാഭ്യാസത്തിലും കൈകോർക്കുക എന്ന സഹകരണ മൂല്യമാണ് ഈ ബാങ്കിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ആ പാരമ്പര്യത്തിന്റെ ഭാഗമായാണ് ഓരോ വർഷവും ഉന്നത വിജയം നേടുന്ന കുട്ടികളെ സമൂഹത്തിനു മുന്നിൽ ആദരിക്കുന്നത്. പെരിന്തൽമണ്ണ ബാദുഷ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ് TP അഷ്റഫ് അലി MLA ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് നിങ്ങൾക്ക് നൽകുന്ന ആദരം ഒരു മോട്ടിവേഷനായി കാണണമെന്നും ഇവിടെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ ഉയരെ പറക്കേണ്ടവരാണെന്നും പ്രസംഗത്തിൽ MLA പറഞ്ഞു. ഈ കാണുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കൊപ്പം ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളും പെരിന്തൽമണ്ണ സർവീസ് ബാങ്കും ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇത്തരം പരിപാടികളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും MLA കൂട്ടിച്ചേർത്തു. വളരുന്ന കാലത്ത് പിന്തള്ളപ്പെട്ടു പോകാതെ കാലത്തിന്റെ വേഗതയെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ട്രില്യണറായി മാറിയിട്ടുള്ള എലോൺ മസ്ക് പറയുന്നത് 24 മണിക്കൂർ കൊണ്ട് അമേരിക്കയിലേക്ക് എത്താനുള്ള ദൂരം ഞാൻ 1 മണിക്കൂറായി ചുരുക്കുമെന്നാണ്. ഇപ്പോഴാണ് നിങ്ങൾ ലോകത്തിന് വരാനിരിക്കുന്ന വേഗത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഫ്ലൈറ്റിന്റെ വേഗത നമ്മളൊക്കെയും ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ്. അതിനും അപ്പുറത്തേക്കുള്ള 24 മണിക്കൂർ ദൂരം 1 മണിക്കൂർ കൊണ്ട് പറന്നെത്തും എന്ന് പറയുമ്പോഴാണ് അത്രമേൽ വേഗതയും വളർച്ചയും ഇനി ലോകത്തിന് വരാനിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ബാങ്കിന്റെ ലാഭം നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ പണമുണ്ടാകുമ്പോൾ ഡെപ്പോസിറ്റ് ഇടാൻ നാഷണലൈസ്ഡ് ബാങ്കിന് പിന്നാലെ പോകുന്നവർ നാട്ടിലെ ഇത്തരം സഹകരണ ബാങ്കുകളെ ചേർത്ത് നിർത്തേണ്ടത് നാടിന്റെ സാമ്പത്തിക സന്തുലനാവസ്ഥയ്ക്ക് അത്യാവശ്യമാണെന്നും പച്ചേരി ഫാറൂഖ് പറഞ്ഞു. നേരെ മറിച്ച് നമുക്കൊരു ലക്ഷോ അല്ലെങ്കിൽ 10 ലക്ഷം 1 കോടി രൂപ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ സർവീസ് സഹകരണ ബാങ്കിനെ നമ്മളൊക്കെ മറക്കും. ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ മറക്കുകയാണ്. അപ്പൊ നമ്മൾ എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? അത് നാഷണലൈസ് ബാങ്ക്, പിന്നെ കനറ ബാങ്ക് ആയിക്കോട്ടെ, ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ, SBI ആയിക്കോട്ടെ, ന്യൂ ജനറേഷൻ ബാങ്കുകളായിക്കോട്ടെ, നേരെ വണ്ടി ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവിടെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് അംഗീകാരമില്ലാത്ത ഒട്ടനവധി ബാങ്കുകൾ നമ്മുടെ ടൗണുകളിൽ പൂര് പോലെ മുളച്ചു കൊണ്ടാണ്. അവിടേക്ക് ലാഭം മോഹിച്ചുകൊണ്ട് നമ്മൾ ആളുകൾ ഡെപ്പോസിറ്റ് പോയി ചെയ്യാണ്. അങ്ങനെയുള്ള ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുടെ ഫണ്ട് നഷ്ടപ്പെട്ട എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ടുണ്ടാവുമ്പോൾ നിങ്ങൾ നാഷണലൈസ് ബാങ്കിലും ഇതര ബാങ്കുകളിൽ പോകുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു, നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റ് കിട്ടുന്നു. അതേ ഇൻട്രസ്റ്റും സുരക്ഷിത സംവിധാനവും സഹകരണ ബാങ്കുകളിലും ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് ആദ്യ അവസാനം നമുക്ക് പറയാനുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിലെ SSLC +2 മുഴുവൻ വിഷയങ്ങളും A+ നേടിയ 100-ലധികം വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. നജ ഫാത്തിമ ഇ. പെരിന്തൽമണ്ണ. KPCC ജനറൽ സെക്രട്ടറി V. ബാബുരാജ്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, പെരിന്തൽമണ്ണ സഹകരണ സംഘം ജനറൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ K. സിദ്ദിഖ് അക്ബർ,
സഹകരണ സംഘം ഇൻസ്പെക്ടർ NM ജോൺ മാത്യു, മുനിസിപ്പൽ കൗൺസിലർ സബിത, പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ഡയറക്ടർമാരായ C അബ്ദുൽ നാസർ, മൊയ്തു കിഴക്കേതിൽ, മുഹമ്മദ് ഹനീഫ, മുഹമ്മദ് സമീർ, അജിത് കുമാർ, സുരാദേവി, സുൽഫത്ത് ബീഗം, റജീന അൻസാർ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് ശശികല A തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം. സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം, സ്മാർട്ട് ഫോൺ ടെക്നോളജി, ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ഇൻവെർട്ടർ, AC ആൻഡ് റെഫ്രിജറേഷൻ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV ടെക്നീഷ്യൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, PSC അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും